السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونصلي ونسلم على رسوله الكريم، أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു അമലാണ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുക എന്നത്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വയഖറൂന ലിൽ-അദ്ഖാനി യബ്കൂന വയസീദുഹും ഖുശൂഅ. അള്ളാഹുവിൻ്റെ സച്ചരിതരായ ദാസന്മാർ അള്ളാഹുവിനെ ഓർത്ത് കരയുകയും അവരെപ്പോഴും സുജൂദിലായി കഴിയുകയും ചെയ്യും എന്നല്ലാഹു പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അള്ളാഹുവിനെ ഓർത്ത് കരയുവാനും നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ കരയുന്നത് പോലെ അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്നൊക്കെ ഹദീസിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, ഇഖ്റ അലയ്യൽ ഖുർആൻ, എനിക്ക് കുറച്ച് ഖുർആനെ ഓതിത്ത എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അഖ്റഉ അലൈക വഅലൈക ഉൻസിൽ, നബിയെ അങ്ങേക്കല്ലേ ഖുർആൻ അവതരിക്കുന്നത്, എന്നിട്ട് ഞാൻ അങ്ങേക്ക് ഓതിത്തരികയാണോ വേണ്ടതെന്ന് ചോദിച്ചു. ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, നബി തങ്ങൾ മറുപടി പറഞ്ഞു, ഞാൻ ആ ഖുർആനിനെ ഞാനല്ലാത്ത ആളുകളിൽ നിന്നും കേൾക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നു. ഫഖറഅതു അലൈഹി സൂറത്തുൻ നിസാ, അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സൂറത്തുൻ നിസാ ഓതി കേൾപ്പിച്ചു. ഹത്താ ജിഅ്തു ഇലാ ഹാദിഹിൽ ആയ, അങ്ങനെ ഞാൻ ഈ ആയത്തെത്തി. ഫകൈഫ ഇദാ ജിഅ്നാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅ്നാ ബിക അലാ ഹൗലായി ഷഹീദ. സൂറത്തുൻ നിസായിലെ 41-ാമത്തെ ആയത്താണ്. അതിൻ്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, എല്ലാ ഓരോ ഉമ്മത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഇന്നുവരെ അയച്ച എല്ലാ സമുദായങ്ങൾക്കും അല്ലാഹു ഓരോ സാക്ഷികളെ അഥവാ അല്ലാഹു അവരിലേക്ക് അയച്ച പ്രവാചകനെ കൊണ്ടുവരും. അങ്ങനെ ഈ ഉമ്മത്തിൻ്റെ സാക്ഷിയായിട്ട് താങ്കളെ കൊണ്ടുവന്നാൽ എങ്ങനെയായിരിക്കും എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കേട്ട് കരയുകയും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഹസ്ബുകൽ ആൻ, ഇത്ര മതി എന്ന് പറഞ്ഞു. ഫൽതഫത്തു ഇലൈഹി, ഞാൻ നബി തങ്ങളത് പറഞ്ഞപ്പോൾ അത് തിരിഞ്ഞു നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ സ്വഹാബാക്കളുടെ ഒരുപാട് ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരച്ചിലിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, ലാ ലിജുന്നാറ റജുലുൻ ബകാ മിൻ ഖശ്യത്തില്ലാഹി ഹത്താ യഊദൽ ലബനു ഫിദ്ദറ, ഒരു കറന്നെടുത്ത പാല് തിരിച്ച് അകിടിലേക്ക് മടങ്ങുകയില്ല എന്നതുപോലെ തന്നെ അത്രയും അസാധ്യമാണ് അള്ളാഹുവിനെ ഓർത്ത് ഒരാൾ കരയുകയാണെങ്കിൽ അയാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്നത്. വലാ യജ്തമിഉ ഗുബാറുൻ ഫീ സബീലില്ലാഹി വദുഖാനു ജഹന്നം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പൊടിപടലങ്ങൾ പുരണ്ട ശരീരവും അതുപോലെ തന്നെ നരകത്തിലെ തീയും ഒരിക്കലും ചേരുകയില്ല. അദ്ദേഹം തന്നെ പറയുന്ന അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 കൂട്ടം ആളുകളുടെ കൂട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കൂട്ടരായി എണ്ണിയത് വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹു, അള്ളാഹുവിനെ ഒറ്റയ്ക്കിരുന്ന് ഓർക്കുകയും അങ്ങനെ അള്ളാഹുവിനെ ഓർത്ത് കരയുകയും ചെയ്ത ആളുകൾ അള്ളാഹുവിൻ്റെ തണലില്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല 7 വിഭാഗം ആൾക്കാർക്ക് തണൽ നൽകും. അതിൽപ്പെട്ട ഒരു കൂട്ടർ അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ ആളുകളാണ്. അബ്ദുല്ലാഹി ഇബ്നു ഷഖീർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യുസല്ലി, നബി തങ്ങൾ ഒരിക്കൽ നമസ്കരിച്ചുകൊണ്ടിരിക്കെ ഞാൻ നബി തങ്ങളുടെ അടുത്തുകൂടെ നടന്നുപോയി. വലിജൗഫിഹി അസീസുൻ കഅസീസിൽ മിർജലി മിനൽ ബുക്കാ, നബി തങ്ങളുടെ അടുത്തുകൂടെ നടന്നുപോയപ്പോൾ ആട്ടുകല്ല് അതിൻ്റെ കല്ലിൽ കിടന്ന് തിരിയുമ്പോൾ എപ്രകാരം അതിൽ നിന്ന് ശബ്ദമുണ്ടാകുമോ അതുപോലെ നബി തങ്ങളുടെ ഉള്ളിൽ നിന്നും ഏങ്ങലിൻ്റെ ശബ്ദം, കരച്ചിലിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലമ്മശ്തദ്ദ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വജഉഹു ഖീല ലഹു ഫിസ്സലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തങ്ങളുടെ വഫാത്തിന് മുമ്പ് പനി കൂടുതലാവുകയും നമസ്കാരത്തിന് വരാൻ കഴിയാതിരിക്കുകയും ചെയ്തപ്പോൾ നബി തങ്ങൾക്ക് ബോധക്ഷയം വന്നുകൊണ്ടേയിരുന്നു. ആ സമയത്ത് ഒരിക്കൽ ബോധം വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആളുകൾ നമസ്കരിച്ചോ എന്ന് ചോദിച്ചു. ഇല്ല, അവർ നിങ്ങളെയും കാത്തു നിൽക്കുകയാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞപ്പോൾ മുറു അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഇമാമായി നിൽക്കാൻ വേണ്ടി നബി തങ്ങൾ കൽപ്പിച്ചു. അദ്ദേഹം ഇമാമായി നമസ്കരിക്കാൻ പറഞ്ഞു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ, അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മോള്, അവർ പറയുകയാണ്, ഇന്ന അബൂബക്കറിൻ റജുലുൻ റഖീഖുൻ, തീർച്ചയായും അബൂബക്കർ റളിയല്ലാഹു അൻഹു എൻ്റെ ഉപ്പ വളരെയധികം ലോലഹൃദയനായ ഒരു മനുഷ്യനാണ്. ഇദാ ഖറഅൽ ഖുർആന ഗലബഹുൽ ബുക്കാ, അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിനപ്പോൾ കരച്ചിൽ വരും. ഹത്താ അദ്ദേഹം ആ കരയുന്നത് കാരണമായിട്ട് ആൾക്കാർക്ക് ഒന്നും കേൾക്കുകയില്ല. അതുകൊണ്ട് വേറെ ആളെ നിർത്താൻ വേണ്ടി ചോദിക്കുകയാണ്. പക്ഷേ നബി തങ്ങൾ വീണ്ടും പറഞ്ഞു, മുറൂഹു ഫൽയുസല്ലി, അദ്ദേഹത്തിനോട് തന്നെ നമസ്കരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബികൾ നമസ്കാരത്തിൽ ഏതെങ്കിലും ആയത്ത് തന്നെ ഓതുകയും അതിൻ്റെ അർത്ഥം ചിന്തിച്ച് വീണ്ടും വീണ്ടും അതോതി കരയുകയും അതിൻ്റെ പേരിൽ ബോധക്ഷയം വന്ന് വീണു പോകുന്ന സംഭവങ്ങൾ വരെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, ലൈസ ഷൈഉൻ അഹബ്ബ ഇലല്ലാഹി തആല മിൻ ഖത്റതൈനി വഅസറൈനി, രണ്ട് അടയാളങ്ങളെക്കാളും രണ്ട് തുള്ളികളെക്കാളും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതായി മറ്റൊന്നുമില്ല. അതിൽ രണ്ട് തുള്ളികൾ, ഒന്നാമത്തെ തുള്ളി ഖത്റത്തു ദുമൂഇൻ മിൻ ഖശ്യത്തില്ലാ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞ കണ്ണുനീർ തുള്ളികളാണ്. വഖത്റത്തു ദമിൻ തുഹ്റാഖു ഫീ സബീലില്ലാ, രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒഴുക്കപ്പെടുന്ന രക്തത്തുള്ളികളാണ്. അതുപോലെ തന്നെ രണ്ട് അടയാളങ്ങൾ അത് അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമുള്ളതാണ്. അസറും ഫീ സബീലില്ലാഹി തആല, ഒന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം സഹിച്ചതിൻ്റെ പേരിൽ ശരീരത്തിലുണ്ടാകുന്ന അടയാളങ്ങൾ. വഅസറും ഫീ ഫരീളത്തിൻ മിൻ ഫറാഇദില്ലാ, രണ്ടാമത്തേത് അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ഫറള് ആയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ പേരിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ അടയാളങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളും അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കേട്ടതിലുപരിയായി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ ഓർക്കാനും കരയാനും അർശിൻ്റെ തണൽ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിലെ നമ്മുടെ എല്ലാ അമലുകളെയും അള്ളാഹു പരിപൂർണമായി നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് റമളാനുകളിൽ പങ്കെടുക്കാനും ആ റമളാൻ മുഖേന വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.